167 ബിസിയിലാണ് അവസാനിക്കുന്നത്. 167 ബിസിയിൽ പെൺകുട്ടികൾ മുഴുവൻ ഗ്രേഷ്യസേഷൻ അവസാനിക്കുമ്പോഴേക്കും പിന്നെ ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ഗ്രീക്ക് ആർമി. അതാണ് അവരുടെ പേർപ്പസ്. അപ്പം അങ്ങനെ ഒരു ഹോളി ഏത് രാജാവിന്റെ സമയമായിരുന്നു? അന്റിയോക്കിയസ് എപ്പിഫനസ്. അന്റിയോക്കിയസ് ഗ്രേറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അയാളെ തന്നെ പറയാം. അതാണ് ദേവാലയം നശിപ്പിച്ച ആളല്ലേ, സെയിം മാൻ. അപ്പം ഇയാള് ദൈവത്തിന് God wanted an unpolluted family stream from which Jesus had to come. അതുകൊണ്ട് ഇവരെ ബേത്ലഹേമിൽ കർത്താവ് ഇവരുടെ ജനറേഷൻസിനെ ബേത്ലഹേം ഷിഫ്റ്റ് ചെയ്ത് ഗാലിലി കൊണ്ടുപോയിട്ട് റിമോട്ട് പ്ലേസ്, പട്ടാളക്കാരെത്താത്ത സ്ഥലം, ഒരു മനുഷ്യൻ എത്തത്തില്ല. ഇവിടെ ലോകമാറ്റം നടന്നാലും കുമ്മനായിട്ടൊരു പ്രശ്നമില്ലെന്ന് പറയുന്നത്. അവിടെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. അപ്പം അവർക്ക് പബ്ലിക്കോട്ട് വലിയ വല്ലതൊന്നുമില്ല. പബ്ലിക് കിണറ്റിൽ പോയി വെള്ളം കോരി മറിയ കൊണ്ടുവന്ന് കഞ്ഞിയും കറിയും വെക്കും. ഇയാളൊരു അൺസ്കിൽഡ് കാർപ്പൻ്ററാണ്. But two types of carpenters. Joseph. Joseph's family. Joseph. Father of should have been. ഈ രണ്ട് ടൈപ്പ് ഈ ലേബറേഴ്സ് ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീസിലുള്ള പോളിടെക്നിക്സിൽ പോയി ഈ ക്വാളിഫിക്കേഷൻ എടുക്കണം. ആ സർട്ടിഫിക്കറ്റ് വരാനൊക്കത്തുള്ളൂ. എങ്കിലേ അയാൾക്ക് കാർപ്പൻ്റർ വർക്ക് എടുക്കാനൊക്കത്തുള്ളൂ. അല്ലാത്തൊരു മേശയുടെ കാല് പോയെന്നോ കോഴിക്കൂട് ഇടയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോയി ചെയ്ത് കൊടുക്കുന്നത് കൊച്ചു ജോലികളാണ്. ഒരു കാർപ്പൻ്റർ ഷോപ്പ് ഇടാനൊന്നും പറ്റത്തില്ല. ഈ ഒരുപാട് പേരുടെ പ്രസംഗം കേട്ട് ജീസസ് വാസ് റണ്ണിങ് എ കാർപ്പൻ്റർ ഷോപ്പ്, വർക്കിംഗ് ഇൻ എ കാർപ്പൻ്റർ ഷോപ്പ്. അന്നത്തെ കാലത്ത് ആ കാലത്ത് കാർപ്പൻ്റർ ഷോപ്പ് എന്ന സാധനമില്ല. എന്നില്ലേ, കാർപ്പൻ്റർ സാധനം ആ കാലത്തില്ല. ഓക്കെ, അപ്പം പിന്നെ ഇവരാണ് റിമോട്ട് പ്ലേസിൽ പോയി താമസിക്കുക. അവിടെ വെച്ചാണ് മേരിക്ക് ഡിവൈൻ വിസിറ്റ് ഉണ്ടാകുന്നത്. ഷി ബിക്കേം പ്രഗ്നന്റ്. എനിക്ക് ഇമാജിൻ ചെയ്താൽ she was anything between 13 and 14 years old. 13 and 14 years old, anything between. And Joseph could be something like 65 to 70 years. 65 to 70 years old. 70 years old? Yeah, between 65 and 70. Joseph. The reason being, he already had wives and children, and they must be dead or been snatched away by the Roman the Greek soldiers. So in the old days he wanted to get married, so he went and took this young girl. But that is a common practice. ഇപ്പൊ അരുണാചൽ പ്രദേശിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പക്ഷെ ഇവിടുത്തെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഇദ്ദേഹത്തിന് 60-70 വയസ്സുണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ്, പ്രൊഫൗണ്ട് സ്റ്റഡീസ് അതിനെപ്പറ്റി നടത്തുന്നത്. വേൾഡിൽ ഏറ്റവും വലിയ, ലോകത്തിൽ ഏറ്റവും വലിയ, ലോകത്തിൽ ജനിച്ച ഏറ്റവും വലിയ വ്യക്തിയാണ്, ഇൻഡിവിജ്വലാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ പറ്റി റിസർച്ച് സ്റ്റഡി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കള്ളത്തരമാണ് അല്ലേ? ബട്ട് തിങ്ക് ആ റിസർച്ച് സ്റ്റഡി ചെയ്തവരാരാണ്? അവരുടെ അടുത്ത് നിങ്ങൾ പോകണം, പോയവർ ആ സംഗതി വായിക്കണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇമാജിനേഷൻ കളഞ്ഞിട്ട് അതിൻ്റെ തരാം കേട്ടോ. ഇറ്റ്സ് കം ബാക്ക്. അപ്പം ഷി വാസ് പ്രഗ്നന്റ്. ഇവരവിടുന്ന് 80 മൈലുണ്ട് ഇവരുടെ നസറത്തിൽ. ഇവിടെ ബേത്ലഹേമിൽ വരണമെങ്കിൽ ബേത്ലഹേമിൽ 80 മൈൽ വരുമെന്ന് പറയുമ്പോൾ ഇവർക്ക് വി ക്യാനോട്ട് ഈവൻ ഇമാജിൻ ദാറ്റ് ദേ ഹാഡ് എ ഡോങ്കി. ഒരു ഡോങ്കിയൊക്കെ മാനേജ് ചെയ്യുന്നത് വെൽത്തി പീപ്പിൾ. ഇപ്പോൾ ഒരാൾക്കൊരു കാറുള്ളത് പോലെ പാവങ്ങൾ നടന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഒരു ചെറിയ ബാക്കിലോട്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കാം, പ്രൊഫറ്റിക്കൽ സിറ്റുവേഷൻ നോക്കാം. ഇവർ നടന്നു വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ, അതായത് ഈ ബേത്ലഹേമിൽ ഒരു റിച്ച് മാനർ, ഹി വാസ് ദ റിച്ചസ്റ്റ് മാൻ ഓഫ് ദ പ്ലേസ്. ഹിസ് നെയിം വാസ് ജെസ്സി, അല്ലെങ്കിൽ ഇഷായി. ഇഷായി ജനിക്കുന്നതിന് മുമ്പ് അയാളുടെ ഗ്രാൻഡ് ഫാദർ വാസ് ദ റിച്ചസ്റ്റ് മാൻ ഓഫ് ദ ലാൻഡ് ലോർഡ് ഓഫ് ദ ഏരിയ. അയാളുടെ നെയിം വാസ് ബോവാസ് യവൻ കൊയ്ത്തിന് റെഡിയാക്കിയിരിക്കുന്ന സമയത്ത് ആണ് ആരവിടെ വരുന്നത്? റൂത്ത് അവിടെ, ദ മോവാബൈറ്റ് വുമൺ അവിടെ വരുന്നത്. അപ്പോൾ ഈ മോവാബൈറ്റ് വുമണ് സ്വാഭാവികമായിട്ടും ഒരു ഫോറിനർ വുമൺ എന്ന് പറയുമ്പം
ഷീസ് എവരിബഡീസ് പ്രോപ്പർട്ടി. അതാ കൾച്ചർ ആ കാലത്ത്, എവരിബഡീസ് പ്രോപ്പർട്ടി. അപ്പം അമ്മായിമ്മ പറഞ്ഞു, നീ പോയി ഇതൊന്ന് പറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. കഞ്ഞി വെക്കാനൊന്നും ഇല്ലല്ലോ. അപ്പം ഷീ വാസ് sort of, collecting the leftover from the fields. അപ്പം you can imagine her sort of mental agony. ഇവള് കണ്ണുനീരും കയ്യുമായിട്ട് ഈ ഫീൽഡിൽ കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. ബോവാസ് ഇവളെ കണ്ടുകൊണ്ട് കൊയ്ത്തുകാർക്ക് ഓർഡർ കൊടുത്തു, ഡോണ്ട് ടച്ച് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടച്ചിങ്ങിൻ്റെ അപ്പുറം ഉദ്ദേശിച്ചോണം, ഡോണ്ട് ടച്ച് കെയർ. എന്നിട്ട് അവൾക്ക് പറക്കാൻ വേണ്ടി കുറച്ച് അവതാരം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കണ്ണുനീര് കിടക്കുന്ന ഈ മണ്ണ് ഗോഡ് ഹാഡ് മാർക്ക്ഡ്, പ്രൊഫറ്റിക്കൽ മനസ്സിലായി. അവിടെ ജനിക്കണം. ഓക്കെ, ബവാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ജനറേഷനിലാണ് ഇശായി വരുന്നത്. ഇശായി വാസ് ദ റിച്ചസ്റ്റ് മാൻ. ഈ സ്ഥലത്ത് ഇശായി അയാളുടെ വലിയ വീട് വന്നു. ദൈവത്തിൻ്റെ പ്രവചനം ഈ ബോവസിന്റെ ഈ സ്ഥലത്ത് ഇവള് കറ്റ പറിക്കൊണ്ട് നടന്ന ആ സ്ഥലത്ത് ക്ലീനർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഓവർ പറക്കുന്ന ആൾ ഇംഗ്ലീഷ് പറയുന്നത് ക്ലീനർ എന്നാണ്, ക്ലീനിങ്, കാലാവർക്കി. അപ്പോൾ അവിടെ ജനിക്കണം യേശു ക്രിസ്തു. ദാവീദിന്റെ കുലത്തിലും മീൻസ് ഓൺ ദാറ്റ് പ്ലേസ് ആ വീട്ടിൽ ജനിക്കണം. ഇത് പ്രോഫസിയാണ്. ഇതാർക്കറിയാം? സാത്താനറിയാം. അപ്പോൾ സാത്താന് ഇത് മുഴുവൻ നശിപ്പിക്കണം. ഒന്ന്, ഈ വീടും ഈ സംഗതി അവിടെ ഉണ്ടായിരിക്കരുത്. ഈ വീട്ടിൽ തന്നെ ജനിക്കണം യേശു ജനിക്കണം പ്രോഫസി അനുസരിച്ച്. യേശായുടെ വീട്ടിൽ ജനിക്കണം. യേശായുടെ കുലത്തിൽ ജനിച്ചാ പോരാ. കുടുംബത്തിനും ജനിക്കണമെന്നില്ലേ? അപ്പം ലൈക്ക് വീടും സ്ട്രക്ചറും വേണം, എല്ലാം അവിടെ വേണം. അവിടെ ജനിക്കണ്ടേ, ആ സ്പോട്ടിലാണ് ജനിക്കണ്ടേ. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യുക? അത് ഇടിച്ചു കളഞ്ഞേക്കുക. ഇനി യഹൂദാ ഗോത്രം ഉണ്ടെങ്കിൽ എല്ലാം നടക്കത്തുള്ളൂ. യഹൂദാ ഗോത്രത്തെ ഒരെണ്ണത്തിന് ആ നാട്ടിൽ താമസിക്കാൻ കഴിയാത്ത പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കി. ആൻഡ് ദെൻ ഇസ്രായേലിനെ ഭ്രംശിപ്പിച്ച ലോകം മുഴുവൻ ചിതറിച്ച് കിടക്കും. സോ ഡേവിഡ് വാസ് ഹാപ്പി. ഇനി നടക്കും, ഇനി പ്രവചനം നടക്കും. നടക്കത്തിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ റോമൻസ് ഈ സ്ഥലം കൈയടച്ചിട്ട് അവരവിടെ ഈ സത്രങ്ങളുണ്ടാക്കി. നമുക്ക് ആ വേറൊരു വേർഡ് നമുക്ക് മലയാളത്തിലില്ല, സത്രമെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ അതിന് ഇന്നെന്ന് പറയും. പക്ഷെ ഇത് രണ്ടുമല്ല സാധനം. അതിന് ഖാൻ എന്ന് പറയും. ഖാൻ എന്ന് പറഞ്ഞാൽ ഫിന്നീസിന് പിന്നെ കീക്കോട് നമ്മുടെ ഗവൺമെൻറ് മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചു 4 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചു. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ MSc പഠിച്ചു. അപ്പോൾ ഈ 4ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഈ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ നമുക്ക് ഒരുമിച്ച് കാണത്തില്ല. ഭിത്തിയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. അപ്പുറം ഇപ്പുറം എല്ലാം ഒരു ചെറിയ മറ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലും ഭിത്തിയില്ല, ബാക്കിലും ഇല്ല, ഒറ്റ ഹോള്. ഇതാണ് സത്രം. ഇതാണ് ഈ ഖാൻ എന്ന് പറയുന്നത്. ഖാനിന് 3 സ്റ്റെപ്പായിട്ട്. ഒന്ന് ഖാൻ, പിന്നെ അതിൻ്റെ ഫ്രണ്ട് പാർട്ട്, ആ ഫ്രണ്ട് മുറ്റം എന്ന് പറയാം, സ്കൂളിന്റെ വരാന്ത മാതിരി. പിന്നെ വലിയൊരു മുറ്റം. അത് കഴിഞ്ഞ് ഈ ഖാനിൽ വരുന്ന ആളുകൾ വാഹന മൃഗത്തിലാണ് വരുന്നതെങ്കിൽ, ഇപ്പം നമുക്കൊരു പശു ഉണ്ടെന്ന് കേട്ടെ, നമ്മളെ പശുവിനെ കൊണ്ടാണ് പോകുന്നത്. കാര്യം തിരിച്ചു വരും വീട്ടിൽ പശു കാണത്തില്ല. 2, നമുക്ക് ഇച്ചിരി പാല് കറന്ന് കുടിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് പേര് വരുന്ന ഈ പശുക്കളെ കണ്ട് വരുന്നത്. ഈ പശുക്കളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് അവരുടെ പശുവിനെ കെട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലൈം സ്റ്റോൺ കേവ് ഉണ്ട്. ലൈം സ്റ്റോണിട്ട് കേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേവിലോട്ടൊരു കമ്പി വലിച്ചു കെട്ടി റാന്തലിങ്ങനെ കെട്ടി നോക്കിയിട്ട് രാത്രിയിൽ നമ്മുടെ പശു അവിടെ ഉണ്ടോ, ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നു നോക്കാനായിട്ട്. ഇത് നോമാൻസ് ലാൻഡ് എന്ന് പറയാം. ഈ പറഞ്ഞ സംഗതി ഈ ഖാനും ഈ പശു നോമാൻസ് ലാൻഡാണ്. അവിടെ ആർക്കും ഉത്തരവാദിത്വ ചുമതലയില്ല. അവിടെ ക്ലീനിങ് ഇല്ല, അവിടെ ഒന്നുമില്ല. ഒരാൾക്ക് അവിടെ ചെല്ലുമ്പം അവൻ അവിടെ സ്ഥലം ഉണ്ട്, കയറി കിടക്കാം.
ഇന്നില്ല ആർക്കും ലോഡ്ജ് പോലെ നടത്തുകയല്ല, അല്ല അല്ല അല്ല, അത് നോമാൻസ് ലാൻഡാ. ഉടമസ്ഥനില്ല, സ്ഥലം ഉണ്ടെങ്കിൽ കയറി കിടക്കുക, കിടക്കുക. ഇല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ബുക്ക് ചെയ്യുക, അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. എന്തുവാ നോമാൻസ് ലാൻഡിൽ ഒന്നും അവിടെ ബിൽഡിംഗ് ഇല്ല. അപ്പൊ ഈ ബിൽഡിംഗ് അല്ലേ അവിടെ, ഈ ലിന്നിനൊരു ബിൽഡിംഗ് ഇല്ലേ, ഖാനിനൊരു അത് റോമൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, റോമൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊതുസ്ഥലം, ഔട്ടർ സ്ട്രക്ചർ. അതിനകത്ത് ഇന്നർ ഒന്നും ഇല്ല, ഒറ്റ ഓപ്പൺ കിടക്കുക. അപ്പൊ സൗകര്യമുള്ളവർ വന്ന് കിടന്നോളും. അവന് ഈ വാണ്ട് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ്, യു പ്രൊട്ടക്ട് ഹിംസെൽഫ്. Somebody attack you, you can be attacked. അല്ലാതെ ചുമതലക്കാരുമില്ല. ആരുമില്ല. നമ്മുടെ കൺസെപ്റ്റ് ഇന്നത്തെ ലോഡ്ജല്ലേ, ഫയലൊക്കെ വെച്ച ആളിരുന്ന് നമ്മളെ ബുക്ക് ചെയ്ത്. സത്രക്കാരൻ ചോദിക്കുന്നു മുറിയുണ്ടോ, സത്രക്കാരൻ അന്വേഷിക്കുന്നു ഇവിടെ റൂമില്ലല്ലോ. ഞാൻ 2000 years പുറകെ പോകണം, അവിടെ ചെന്ന് ഇന്നേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊണ്ട് കോഴഞ്ചേരില് സാധ്യത അപ്പം ഈ സ്പോട്ടിന്റെ പ്രത്യേകത കേട്ടോ, വരുന്നു കൈ കൊള്ളാൻ കാര്യക്കാരനകത്ത് കയറുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പൊതി അടിച്ച് കഴിക്കുന്നു, എൻ്റെ വേസ്റ്റ് എടുത്ത് ഏറ് കൊടുക്കുന്നു ഇവിടോട്ട്, ഈ മുന്നിലോട്ട്. അപ്പോൾ ആ വേസ്റ്റ് അവിടെ കിടക്കുക, അവിടെ കിടക്കുന്ന വീട് ചാവാലി പട്ടികൾ, പട്ടിത്തീട്ടം, എരുമത്തീട്ടം, ചാണകം, ലോകത്തിലെ സകല വേസ്റ്റും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. ദി ഡർട്ടിയസ്റ്റ് പ്ലേസ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. മറിയ യോസേഫ് കൊണ്ട് വരിക. ഇവർക്ക് അതിനെപ്പറ്റി കൃത്യമായ അറിവില്ല, ഞാൻ ഇന്ന് പ്രസവിക്കുന്നുള്ളത്. ഇപ്പോഴാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി എൻ്റെ ഇത്ര കാലം കൂടി പ്രസവിക്കുന്നുള്ളത് ഞാൻ പറയത്തില്ലേ. അങ്ങനെ നോളജ് ഒന്നും ഇല്ല. ഷീ വാസ് എ വെർജിൻ എനിവേ. അവിടെ വരിക, അവർക്ക് പെട്ടെന്ന് പ്രസവവേദന ഉണ്ടായി. നോക്കിയപ്പം സത്യത്തിലിടയില്ല. എവിടെ നിൽക്കുന്നത്? വേൾഡ്സ് ഡർട്ടിയസ്റ്റ് പ്ലേസിൽ നിൽക്കുക. ഡർട്ടിയസ്റ്റ് എവർ പോസിബിൾ. കുഞ്ഞിന് ചാടിപ്പോകുന്നു. സത്രത്തിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ അവർ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ആളുകളെല്ലാം കിടക്കുക, ഓൾറെഡി ഓക്യുപ്പൈഡ് ആയി. അപ്പോഴും കുഞ്ഞിന് ചാടി പോകുന്നു. എപ്പോൾ 100 കണക്കിന് ആളുകൾ പരിഹസിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ആ പരിഹാസികളുടെ നടുക്ക് ഒരു സ്ത്രീ നിന്ന് പ്രസവിക്കുക. അതിനേക്കാട്ടും താഴ്ച, പരിഹാസം, നിന്ന, അപമാനം ഒരു ഹ്യൂമൻ ബീങ്സിന് ഒരിക്കലും പേശേണ്ടി വരത്തില്ല. ഇതിപ്പോൾ നമ്മുടെ കൾച്ചറിലാണെങ്കിൽ ഒരു സ്ത്രീ പ്രസവത്തിന് അനുഭവിക്കുന്ന പറയുമ്പോൾ നമ്മൾ തുണിയെ ചുറ്റി മറയ്ക്കും, നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും, പ്രിവസി കൊടുക്കും, അല്ലേ? ഇൻ കേസ് ഷീ ഹാപ്പൻ ടു ബി ദേർ. അപ്പോൾ ഈ പ്രസവം നടക്കുന്നത് സത്രത്തിലാണോ? അല്ല, അപ്പുറത്തോട്ട് പോയി. ഈ ഞാൻ ഈ പറഞ്ഞ ഈ വൃത്തികെട്ട സ്ഥലമുണ്ടല്ലോ, മുറ്റത്ത് അവിടെ ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുന്ന പ്രസവം നടക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിരുന്നു പറഞ്ഞു. ഇപ്പം ലോകത്തിൽ ഒരു ചേരി കിടക്കുന്നവൻ പറയാ, ഞാൻ ചേരിയിലാണ് ജനിച്ചത്, ഈ സുവിശേഷമൊന്നും ഞങ്ങളവിടെ എത്താൻ ഒരു മാർഗമില്ല, ഞാൻ ചേരിയിലാണ് ജനിച്ചത്, എൻ്റെ ജീവിത സാഹചര്യം നിനക്കറിയത്തില്ല, ഹു ആർ യു ടു ജഡ്ജ് മീ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു പറയും, ഞാൻ ജനിച്ചതിനേക്കാൾ താണ സാഹചര്യത്തിലായിട്ട് നീ ജനിച്ചത്. കേട്ടോ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദരിദ്രനെ ലിഫ്റ്റ് ചെയ്യുന്നതിന് അവനേക്കാട്ടിൽ താണ അവസ്ഥയിൽ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുക. അവിടുന്ന് ഈ കുഞ്ഞിനെ എവിടെ കൊണ്ട് കിടത്തുക? ഈ പശുവിനെ അവിടെ കൊണ്ടുവന്ന് വൈക്കോലൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ അവിടെ കിടത്തി പറഞ്ഞ് തലയും കുഞ്ഞുകൂടെ കിട്ടിയിരിക്കുക. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. ഓൺലി എ മദർ ക്യാൻ ഇമാജിൻ ദാറ്റ്. വി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, വി കാൻറ്റ് അണ്ടർസ്റ്റാൻഡ്, കോംപ്രിഹെൻഡ് ഇറ്റ്. അപ്പം ഇതിന് വന്നവരാണല്ലോ അവിടെ മുഴുവൻ ഈ സെൻസ് എടുക്കാൻ വന്നവരാണല്ലോ. അവിടെ സെൻസ് എടുക്കാൻ വന്നവരെല്ലാം അവിടെ പണ്ട് ജനിച്ചു വളർന്നവരില്ലേ. അപ്പോൾ അവരെല്ലാം ജോസഫിൻ്റെയും മറിയയുടെയും ഡിസ്റ്റൻറ്റ് റിലേഷൻസാണ്. അപ്പം ദ ന്യൂസ് സ്പ്രെഡ്സ് ഇങ്ങനെ. അപ്പോൾ അന്ന് രാത്രി തന്നെ ആര് വരുന്നു? ഈ ഇടയന്മാർ വരുന്നു. അവർ പോയി
യെശയ്യാ മുഴുവൻ പ്രസ്താവിക്കുന്നു. എന്താ? ദാവീദിന്റെ കുടുംബത്തിലുള്ള രാജാവ് ജനിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ഇവരുടെ ബന്ധുക്കൾ അറിഞ്ഞിട്ട് ഇവരെ അവിടുന്ന് കൊണ്ടുപോയി ഒരു വാടക വീടെടുത്ത് താമസിപ്പിക്കുക. ഇനി വരുന്ന കണ്ടണം, ജോസഫ് യെശയ്യായുടെ വീടിരുന്ന അവിടെ വാണ് ഇടിഞ്ഞ് ഈ ഖാനായിട്ട് മാറിയത്. അവിടെ ഖാനായാലും കൂനായാലും അവിടെ ജനിക്കുമെന്ന ദൈവം വാഗ്ദത്തം ചെയ്തത്. അവിടെ തന്നെ ജനിച്ചു. അവിടെ തന്നെ ജനിച്ചു. വാഗ്ദത്തം മാറിയില്ല. God's plan didn't change, but the devil tried to change everything. So you don't have to worry about what the devil is changing. You just focus on the promise of God. Your situations are always against the fulfillment of the promises. നമുക്ക് എപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് എഗൻസ്റ്റ് ആയിരിക്കും നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ. If you don't understand it, you cannot believe in the promises of God. ദൈവത്തിൻ്റെ പ്രോമിസസ് വിശ്വസിക്കണമെങ്കിൽ look only at God. Not look at the surroundings and see, oh, it's time for God's promise to be fulfilled. No, that's not how it works. Okay. അപ്പം ഇവരെ അവിടുന്ന് പിന്നെ മാറ്റുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പിന്നിട്ടു. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശു അല്ലാതെ മറിയ വേറെ ആരെയും പ്രസവിച്ച് കാണത്തില്ല. യേശുവിന് ശേഷം മറിയയ്ക്ക് 4 ആൺപിള്ളേരും കുറേ പെൺപിള്ളേരും ഉണ്ടായി. ഈ ജോസഫിൽ നിന്ന്. അപ്പോൾ അത്രയും വർഷം കൊണ്ട് ജോസഫ് ജീവിച്ചിരുന്നു. Joseph lived at least for the next 13-14 years more he lived. Okay. അപ്പോൾ അതിൻ്റെ എവിഡൻസ് ഒരു 30 വർഷം മുമ്പ് ഇസ്രയേൽ കുഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് ഒരു പെട്ടി കണ്ടു, കൽപ്പെട്ടി കണ്ടു. ആ കൽപ്പെട്ടി അവർ നോക്കിയപ്പോൾ അതിൽ ഒരു ടൈറ്റിൽ എഴുതിയിരിക്കുന്നു, ബ്രദേഴ്സ് ഓഫ് ജീസസ്. പെട്ടെന്ന് ആർക്കിയോളജി, ഇസ്രയേൽ മുഴുവൻ ആർക്കിയോളജിസ്റ്റ് കേട്ടോ, ഇങ്ങനെ കറങ്ങി നടക്കും. നമ്മൾ മുഴുവൻ ആർക്കിയോളജി കറങ്ങില്ല. ആർക്കിയോളജിസ്റ്റ് വന്നു എടുത്ത് നോക്കിയപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് അതിൽ എഴുതിയിരിക്കുന്നു, എന്നിട്ട് ബ്രദേഴ്സ് ഓഫ് ജീസസ് കേട്ടോ. ആ ബേസിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പിടിച്ചത് വായിച്ചു നോക്കാം, നെറ്റ് കിട്ടും, ഈസിയാണ്. ബ്രദേഴ്സ് ഓഫ് ജീസസ് എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ വായിച്ചിട്ട് കൊടുത്താണ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ബിബ്ലിക്കൽ എവിഡൻസ്. ബൈബിളിൽ തന്നെ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവൻ ഇന്നാറ് ബ്രദർ ഇല്ലയോ, ഇവൻ്റെ സഹോദരിമാർ നമ്മുടെ ഇടയിലില്ലയോ, അല്ലേ? ഇവ മറിയയുടെ മകനില്ലയോ, ഇവനാരുടെ ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞ അവരെങ്കിലും ഇടറിപ്പോയി. യേശു ക്രിസ്തു ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. Mary was not a virgin thereafter. Okay. She was not a virgin thereafter. Yes. What else do you want to know? അപ്പോൾ ഇവര് ഈ ഇന്നിൽ നിന്ന് വാടക വീട്ടിൽ വന്നു. ആ വാടക വീട്ടിൽ കിടക്കുമ്പോഴാണ് വിദ്വാൻമാർ വന്ന് പൊന്നും നൂരും കുന്തിരിക്കും കാഴ്ച വെക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വിദ്വാൻമാരെ തൊഴുത്തിലാണ് കാണുന്നത്. മനസ്സിലായി? നമ്മുടെ പഠിപ്പിനനുസരിച്ച് ഈ പുൽത്തൊട്ടിലും കിടക്കുക അവരവിടെ പൂർത്തിയാണ്. വിട്ടു പോകുന്നില്ല, ഒരു ദിവസം രാത്രി മാത്രമേ ഉള്ളൂ. നൈറ്റ് അവരാ വീട്ടിൽ വന്ന് ബാലനെ അമ്മയായ മറിയയോട് കൂടി കണ്ട് അവന് പൊന്നും നൂറ് കുന്തിരിക്കം കാഴ്ചവെച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റോറി അവിടെ പോയി, റിയൽ ഇൻസിഡൻ്റ് അവിടെ പോയി. നമ്മൾ തലമുറയായ ആൾക്കാർ കേട്ട് വന്ന ഈ കഥകളുണ്ട്, ക്രിസ്മസ് കഥകളുണ്ടല്ലോ. ഈ കഥകളിൽ നിന്ന് ഫോം ചെയ്ത ഒരു മൈൻഡ് സെറ്റുമായിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. The truth is different and we don't know.
അപ്പോൾ എത്ര വിദ്വാൻമാർ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വിദ്വാൻമാരും നമ്മൾ പറയും, പക്ഷെ അതിന് നമ്പറൊന്നുമില്ല. അതിന് ദ തിങ് ഈസ് ഈ അവരുടെ 3 പേരുടെ പേര് റെക്കോർഡ്സിലുള്ളൂ. ഉണ്ടല്ലേ? 3 പേരാ? 3 പേരുടെ പേഴ്സണുണ്ട്. ബൈബിളിൽ സംഖ്യ പറയുന്നില്ല. ബൈബിൾ സംഖ്യ പറയുന്നില്ല. നന്ദിയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണേ, ഇത് കഴിഞ്ഞപ്പോഴേക്ക് പ്രൊട്ടസ്റ്റന്റാനിസം വന്ന് 16th സെഞ്ച്വറി കൂടെ ആയപ്പോഴേക്ക് റെനൈസാൻസ് ഉണ്ടായല്ലോ. റെനൈസാൻസോടുകൂടി ഒരു എറ ഓഫ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാറ്. ഒരു എറ ഓഫ് റിസർച്ച്. ആ റിസർച്ചിലാണ് യേശുക്രിസ്തുവിൻ്റെ ആക്ച്വൽ ബയോഗ്രഫിയും ഫാമിലി ഹിസ്റ്ററിയും മറ്റ് ബന്ധുക്കളെ പിന്നെ അവരാരായിരുന്നു എന്തൊക്കെ മുഴുവൻ റിവീൽഡ് ആകുന്നത്. അതൊരു പൗലോസിൻ്റെ, ഞാനൊക്കെ പറഞ്ഞല്ലോ പൗലോസ് മാരീഡ് ആയിരുന്നുള്ള കാര്യം. He was married, but his wife died. Then he became a widower. അപ്പോൾ താൻ വിഡോവേഴ്സിന് എഴുതുകയാണ്. വിഭാര്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ് യു ആർ ബെറ്റർ ഇഫ് യു ആർ ലൈക്ക് മീ. നിങ്ങൾ എന്നെപ്പോലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. What does it mean? He was a widower. പൗലോസ് വിഡോവർ ആയിരുന്നുള്ളത് പൗലോസിൻ്റെ ഞാനൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ബിഗ് ബുക്ക്, ഒരു വലിയ റിസർച്ച് ബുക്കുണ്ട് ഈ പൗലോസിൻ്റെ ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. ദ ലാർജസ്റ്റ് ബുക്സ് എവർ റിട്ടൺ ഓൺ പോൾ. Are you sure you didn't see that with me? No. Sure. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കൗൺസിൽ മെമ്പർ ആയിരുന്നു വിശ്വസിക്കാൻ കഴിയും. കൗൺസിൽ മെമ്പർ ആയിരുന്നു. Yes. ആയിരുന്നല്ലേ? അപ്പം പുള്ളി കല്യാണം കഴിച്ചായിരുന്നല്ലേ? He was married. He was a rabbi. He is a Pharisee. Pharisees had to get married. വിശ്വാസിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഭാര്യ മരിച്ചു. പിന്നെ ഈ ക്രിസ്ത്യാനിനെ പിള്ളേരും ഇല്ല എന്നുള്ളത് ഇല്ല. പിന്നെ ഈ ക്രിസ്ത്യാനിനെ കൊല്ലുക എന്നുള്ള ആ മാർഗത്തോട്ടം ഇറങ്ങി. അപ്പം പിന്നെ ഇതിൻ്റെ ആവശ്യം കല്യാണം കഴിക്കുന്നു കുടുംബം എന്നുള്ള ചിന്തയില്ലല്ലോ. ലൈഫ് മുഴുവൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചു. യഹൂദ മതത്തെ രക്ഷിക്കണം. ഈ യഹൂദ മതത്തിൽ നിന്നുണ്ടായ ഒരു ഡിസ്കറേജാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇപ്പം തന്നെ നശിപ്പിച്ചു കളയാന്നുണ്ടെങ്കിൽ ജൂവിഷ് റിലിജിയൻ കുഡ് ബി കെപ്റ്റ്. Otherwise, this parasite will take over Christianity. That was the thought in his mind at that time. അപ്പോൾ 2 years യേശുവിനെയും കൊണ്ട് ജോസഫും മറിയയും ബേത്ലഹേമിലുണ്ടായിരുന്നു. 2.5 years. 2.5 years അവിടെ താമസിച്ചു. വാടകയ്ക്ക് താമസിച്ചു. ഇദ്ദേഹം ആചാര്യയില്ലേ, അതാണ് ചെറിയ പണി പുള്ളിക്ക് കിട്ടും. ചോദിച്ചു ആചാര്യപ്പണിയൊക്കെ ചെയ്യുക, അതിൽ നിന്നുള്ള ഇൻകം കൊണ്ട് ജീവിക്കുക. പിന്നെ ഈ ചിലർ പറയുന്ന നമുക്ക് വിദ്വാൻമാർ കൊണ്ടുവന്ന് കൊടുത്ത പൊന്നും അത് വിറ്റാണ് മിസ്രൈമിൽ പോയി ജീവിച്ചത്. അത് വിറ്റ് മിസ്രൈമിൽ പോയി. മിസ്രൈമിൽ ചെന്നപ്പോൾ ജീവിക്കുന്നില്ല, അതൊക്കെ വിറ്റാണ്. ഇത് വിറ്റ് അടുത്ത 3-4 കൊല്ലം അവിടെ കഴിയുന്നത്. അടുത്ത 3-4 കൊല്ലം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ജീസസ് ഒരു 6 വയസ്സായപ്പോഴാണ് തിരിച്ചിവിടെ വരുന്നത്. 6 years ആയപ്പോഴാണ് തിരിച്ചു ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, നമുക്കിവിടെ കഴിയാം എന്ന് ചിന്തിക്കുമ്പോഴാണ് മറ്റോ നർക്കേലിയോസ് നാട് പാടുന്നത്. അപ്പോൾ ഇനി നസ്രത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ എവിടെയും കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുഞ്ഞിനും അപകടമാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഇവർ ഓടി തിരിച്ചാണ് നസ്രത്തിൽ പോകുന്നത്. ആൻഡ് ദേ ആർ ലിവ്ഡ് ഇൻ ആബ്സല്യൂട്ട് ക്ലാൻഡസ്റ്റൈനിറ്റി. ആരുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ക്ലാൻഡസ്റ്റൈൻ ലൈഫാണ്. അണ്ടിൽ ഹി വാസ് 12 years old. ആ 12 yearsലാണ് ബാർ മിറ്റ്സ്വായ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത്. ബാർ മിറ്റ്സ്വ. അതെന്താണ് ബാർ മിറ്റ്സ്വ എന്ന് പറഞ്ഞില്ല? ഒരു ജൂവിഷ് ബോയ്, ഒരു കുടുംബത്തിൽ ബോയ് ജനിച്ചാൽ അവന് അന്ന് മുതൽ 6 വയസ്സ് വരെ അവൻ്റെ അപ്പൻ അവനോട് ഈ ലേവ്യ പുസ്തകം പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. കേട്ട് അവന് എഴുതാൻ വായിക്കാൻ അറിയത്തില്ല. കേട്ട് 6 വയസ്സാകുമ്പോഴത്തേക്ക് ലേവ്യ പുസ്തകം പിന്നെ അവന് ബൈ ഹാർട്ടാകണം. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ലോക്കൽ സിനഗോഗിൽ വരണം. ആ വർഷം 6 വയസ്സാകുന്ന ചെക്കന്മാരെല്ലാം വരും. അതിൽ ലേവ്യ പുസ്തകം മുഴുവൻ ബൈ ഹാർട്ടേക്ക് പറഞ്ഞ് കേൾപ്പിക്കണം. ബൈ ഹാർട്ടേക്ക് പറഞ്ഞ് കേൾപ്പിക്കുകയാണെങ്കിൽ അവന് നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റഡിക്ക് പോകും.
അത് ബെയ്ത്ത് തൽമീദ് എന്ന് പറയും. ബെയ്ത്ത് തൽമീദ് എന്ന് പറഞ്ഞാൽ തൽമൂദുകൾ മുഴുവനും വീട്ടിലിരുന്ന് പഠിക്കണം. ബൈബിള് പഠിച്ചിട്ട് 12ാമത്തെ വയസ്സാകുന്നത്, ആ വർഷം 12 വയസ്സായി യഹൂദന്മാരന്മാർക്കെല്ലാം പെസഹ പെരുന്നാളിന് യെരുശലേമിൽ വരണം. അപ്പോൾ ദേവാലയത്തിൽ മോശയുടെ പീഠം എന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഏറ്റവും വലിയ ജൂയിഷ് കോളേജ് ഇരിക്കും, അവൈലബിൾ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീക്ഷമാരും ഇരിക്കും. ഈ കൊഞ്ഞനതിന് നടക്കിരിക്കും. ഓരോ പിള്ളേരെ കൊണ്ടു തിരിച്ചു ഓരോരുത്തരും നടക്കിയിരുന്നു. ഇവരാരും ഇവനോടൊന്നും ചോദിക്കത്തില്ല. ഇവൻ ഇവരോട് ചോദിക്കണം. കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് ഇവർക്ക് ആർക്കും ഉത്തരം പറയാൻ കഴിയാത്തൊരു പോയിന്റ് ഇവനെത്തിക്കണം. ഇവരെ എത്തിക്കുകയാണെങ്കിൽ ബാർ മിറ്റ്സ്വായിൽ അവൻ പാസ്സായി. പാസ് ദ ബാർ മിറ്റ്സ്വ. ബാർ മിറ്റ്സ്വ പാസ്സായി കഴിഞ്ഞാൽ അവന് നെക്സ്റ്റ് സ്കൂളിലേക്ക് പോകണം. അത് ഹോൾ ബൈബിളും ഹോൾ താൽമൂദ്സും മുഴുവനും പഠിക്കണം. ഫോർ ദ നെക്സ്റ്റ് 18 years അവൈലബിളായ എല്ലാ റാബായിമാരുടെ അടുത്തും സ്കൂളുകളിലും പോയി പഠിച്ചിട്ട് 18 years ആകുമ്പോൾ അവന് 30 years ആകുമ്പോൾ അവന് എവിടെ വരണം? അവൻ്റെ ലോക്കൽ സിനഗോഗിൽ വരണം. ലോക്കൽ സിനഗോഗിൽ വന്നവൻ എഴുന്നേറ്റ് നിൽക്കണം പ്രസംഗിക്കാനായിട്ട്. അവൻ്റെ പ്രസംഗം കേൾക്കുന്നവർ പറയണം he is qualified to be a rabbi എന്ന്. But then there are 2 types of rabbis. The second type of rabbi എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ 2 വ്യക്തികൾ, he is greater എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിന് സ്മിഖ എന്ന് പറയും. സ്മിഖ. Have you heard of it? No. Really? Snikha. SMIKAH. Snikha, കേട്ടിട്ടില്ല. Okay. സ്മിഖ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് യോക്ക് അല്ലെങ്കിൽ മുഖമെന്ന. ഒരു മൃഗത്തിൻ്റെ മേലെ ഒരാൾ യോക്ക് വെച്ചാൽ അവൻ്റെ അധികാരത്തിന് കീഴിലുള്ള മൃഗം. ഒന്നതിന് ഇനി ആർക്കും തോന്നാൻ പറ്റത്തില്ല, തെരഞ്ഞു പിടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അത് അയാൾ അഴിച്ചുകൂടാതെ കാര്യത്തിൽ പോകാനോ ഇതിനതിന് പോകാനോ പറ്റില്ല. ചാവ് കഴിഞ്ഞാൽ അതിനകത്തോടും ചാവും. ഡൈൻ ഹാർനസ് എന്ന് പറയും. അതിനകത്തോടും ചാവും. സ്മിഖ. അപ്പം അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ 2 പേര് സർട്ടിഫിക്കറ്റ് ചെയ്യണം. ചെയ്താൽ ദിസ് പേഴ്സൺ ബിക്കം എ റാബായ് വിത്ത് സ്മിഖ. സ്മിഖയുടെ റാബായി ആയിട്ട് മാറും. അപ്പം കർത്താവ് 30ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനപ്പെടാൻ. സ്നാനത്തിൻ്റെ പർപ്പസ് ഒരുപാട് സ്നാനങ്ങളുണ്ട്. ഒരാളുടെ പ്രീവിയസ് സ്റ്റേറ്റസ് മാറി ന്യൂ സ്റ്റേറ്റസിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് സ്നാനം. മാനസാന്ത സ്നാനം. മുമ്പ് ഭാവിയായിരുന്നു, ഇപ്പം ഞാൻ സ്നാനപ്പെട്ടു. കല്യാണം കഴിക്കുന്നതിന് സ്നാനപ്പെട്ടു. മുമ്പ് അൺമാരിഡായിരുന്നു, ഇപ്പം മാരീഡായി. ഈ പുരോഹിതനാകുമ്പോൾ സ്നാനപ്പെടണം. പുരോഹിതന് ഓരോ സ്റ്റേജിലും പ്രൊമോഷൻ വരുമ്പോൾ സ്നാനപ്പെടണം. മഹാഭാവ വരിക ദിവസം 5 പ്രാവശ്യം സ്നാനപ്പെടണം. പുരോഹിതൻ സ്നാനപ്പെടണം. അപ്പോൾ സ്നാപകനുണ്ടോ അവിടെ? സ്നാപകനുണ്ട്. തന്നെ മുങ്ങാന്നതോ? അല്ല, മഹാപുരോഹിതൻ അതിനൊക്കെ വലിയ രക്ഷയുണ്ടല്ലോ. വലിയ പുള്ളി മുക്കുക. ഓഹോ. അപ്പം നമ്മുടെ ഭാരതത്തിലൂടെ കർത്താവ് യോർദാൻ്റെ തലത്തിൽ യേശുവിൻ്റെ സ്നാനം എന്തായിരുന്നു കേട്ടോ? അവിടെ വരും. സ്നാപകനെ ഇദ്ദേഹത്തെ കണ്ട് ചെട്ടി. നിങ്ങൾ സ്നാപകനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ അർത്ഥം ആയും കഴിയിട്ട് തന്നെ വന്നാണ്. ആരാ സ്നാപകൻ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അല്ലേ? ഒരാൾ സാക്ഷി പറഞ്ഞു ഇദ്ദേഹം ഗ്രേറ്ററാണെന്ന്. സ്നാനപ്പെട്ട് വെള്ളത്തിന് കയറുമ്പോൾ സ്വർഗം തന്നെ പിതാവ് പറഞ്ഞു എൻ്റെ പ്രിയപുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് വലിയ സാക്ഷ്യമത. അപ്പോൾ യോർദാൻ്റെ തടത്തിൽ നിന്ന് അന്ന് സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്നത്
rabbi with a smicha. ഓക്കെ. രണ്ട് റബായിമാര് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. യോഹന്നാനും പറഞ്ഞു. കർത്താവും പറഞ്ഞു. അപ്പം സ്മിക്കായോടുകൂടാണ് യേശു വരുന്നത്. ഗ്രേറ്റ് ആയിട്ട്. അപ്പം അധികാരമുള്ളവൻ നേരെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ മരുഭൂമി കഴിഞ്ഞ് നേരെ നസറേത്ത് നിന്ന് പ്രസംഗിക്കാൻ പ്രസംഗിച്ചപ്പം ആൾക്കാരെന്ത് പറഞ്ഞു, ഇത് നമ്മുടെ റാബായിമാരെ പോലെ അല്ല, അവൻ അധികാരത്തോട് സംസാരിക്കുന്നു. അധികാരം സംസാരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ അടിച്ചിങ്ങനെ കട്ടിച്ചു പിടിച്ച് പറയുകയാണെന്ന്. ഈ സ്മിഖ എന്ന റാബായിക്ക് ന്യായപ്രമാണം തിരുത്താനുള്ള അധികാരമുണ്ട്. അല്ല ആർക്കും പറ്റത്തില്ല. 2, 3, 4 ജനറേഷൻ അങ്ങനെ റാബായി ഉണ്ടാകത്തില്ല. നമ്മുടെ ഈ കഴിഞ്ഞ ജനറേഷൻ അങ്ങനെ റാബായി ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കൽ ഞാൻ എഴുതിയിട്ടുണ്ട് ന്യൂസിൽ. വേറൊരു പുള്ളിക്കാരൻ അടിച്ചു മാറ്റി മനോഹരൻ്റെ പൈസ കൊടുത്തു. യേശുവിന്റെ സമയത്ത് സ്മിക്ക കിട്ടിയ ആരുമില്ല. ഫോർ ദ ലാസ്റ്റ് 400 years ഇല്ല, ആരുമില്ല. ഇപ്പം ഈ സ്മാഖയുള്ള റാബായി ന്യായപ്രമാണം തിരുത്തുന്ന ന്യായപ്രമാണത്തിൽ ഇതുണ്ടല്ലോ, മോറല്ലോ തിരുത്തിക്കൊണ്ടിരിക്കണം. മോറലോ അല്ല, ന്യായപ്രമാണത്തിലെ സിവിലോ തിരുത്തിക്കൊണ്ടിരിക്കണം. സിവിലിൽ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കണം. സിവിലിൽ എല്ലാ കാലത്തും ഒരു ഇരിക്കാൻ പാടുള്ളതല്ല. സിവിൽ സൊസൈറ്റിയുടെ നീഡ്സിനനുസരിച്ച് തിരുത്തിക്കൊണ്ടിരിക്കണം. തിരുത്താൻ ആർക്കേ പറ്റത്തുള്ളൂ. സ്മിഖായുള്ള റാബായി അതേ പറയുന്നത്. മോശം നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. ആരെങ്കിലും നീ ആരടാ, ഹൂ ആർ യു ടു ചേഞ്ച് മോസസ് ലോ ഇതാരെങ്കിലും ചോദിച്ചു. സ്മിഖായല്ല. കർത്താവ് യെരൂശലേമിൽ വരുമ്പോൾ ഒരു പെണ്ണുപിള്ളെ കല്ലെറിഞ്ഞ് കൊണ്ടുപോകണം, മറ്റേ കാര്യത്തിന് പിടിച്ച്. അപ്പം കർത്താവ് അവിടെ ഉണ്ട്. എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞു. എന്താ ചോദിക്കാമെന്ന് പറഞ്ഞു? അവരുടെ റിലീജിയസ് കോർട്ടാണ് കല്ലെറിയാൻ എത്തിച്ചത്. അവർ വിധി ഉറപ്പാക്കാൻ പോകുമ്പോൾ ആരിയ്ക്കുന്നു? സ്മിഖായുള്ള റാബായി ഇരിക്കുന്നു. When he is there, they have no authority to do that. They have to come to ask him. അതുപോലെ 2 പോലീസുകാരന്മാർ കൂടി ഒരുത്തിന് പിടിച്ച് ഇടിയൊക്കെ കൊടുത്തുണ്ട് സ്റ്റേഷൻ കൊണ്ടുവരുമ്പോൾ SP അവിടെ ഇരിക്കുന്നു. ഇതിപ്പം കേസ് ചാർജ് ചെയ്യണം, ആരാ തീരുമാനിക്കേണ്ടത്? SP തീരുമാനിക്കേണ്ടത്. ചെയ്യാൻ പറ്റത്തില്ല. ഗുരു മോശയുടെ എപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്? ആ സ്മിഖ കൊണ്ടാണ് അടഞ്ഞ കടലിനെ ശാന്തമാകാൻ പറഞ്ഞത്. നോക്കൂ, അവരെന്ത് അധികാരത്തോടെ കാറ്റിനോട് കടലിനോട് സംസാരിക്കുന്നു. നമ്മളെന്ത് വിചാരിച്ചു? നമുക്ക് ഈ അധികാരം സംസാരിക്കുന്ന നമുക്ക് വല്ല പിടി കിട്ടിയോ? That is the Smicha. Rabbi with the Smicha is speaking with authority. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.